അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇന്നലെ കുറച്ച് ഗീ റൈസ് ലെഫ്റ്റ് ഓവർ വന്നു. ഞാൻ കുറേ ആലോചിച്ചു, ലൈക്ക് ഗീ റൈസിൻ്റെ കൂടെ ഇനിയിപ്പോൾ എന്ത് കഴിക്കും, ഇനി കറി ഉണ്ടാക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ 2-3 ദിവസമായി ചിക്കൻ തന്നെ എപ്പോഴും. ഞാൻ വെച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ വെച്ചാൽ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. ബട്ട് സ്റ്റിൽ എങ്ങനെ ഗീ റൈസിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നേ. എന്നുവെച്ചാൽ നമുക്കൊരു ഫ്യൂഷൻ ട്രൈ ചെയ്യാന്ന്, ഒരു ഇന്ത്യൻ സ്റ്റൈൽ ഗീ റൈസും അതിൻ്റെ കൂടെ നമുക്കൊരു ചൈനീസ് സ്റ്റൈൽ ഫ്രൈഡ് റൈസും കൂടി. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ഗാർലിക് എഗ് ഫ്രൈഡ് റൈസ് ആണ് വിത്ത് ഗീ റൈസ്. നിങ്ങൾക്ക് ഇതേ സാധനം ബസ്മതി വെച്ചിട്ട് മറ്റേ റൈസ് റീപ്ലേസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ബട്ടർ ഗാർലിക്. സോ ഫസ്റ്റ് നമുക്ക് കുറച്ച് ക്യാരറ്റ്, വെജിറ്റബിൾസിനോട് നമുക്ക് വലിയ ബീൻസ്, ഒരു 2-3 ബീൻസ്, മുളക് പൊടി ആൻഡ് പെപ്പർ. ഞാൻ ചില്ലി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചതാണ്. സോയാ സോസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ബട്ടർ ഗാർലിക് എഗ് ഫ്രൈഡ് റൈസിനാണ്. പക്ഷേ അതിൽ നമ്മൾ ഷെസ്വാൻ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് കുറച്ച് സ്പൈസിയാണ് ഇഷ്ടം. നമ്മൾ വേറെ ഗ്രേവി ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്. ലെറ്റ്സ് കട്ട് എഗ്സ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗീ റൈസ്. ഇച്ചിരി കൂടി സോസാണ് തോന്നിയത്. ഇത് നമ്മുടെ സോയാ ഷെസ്വാൻ സോസ്. പുട്ട് സം മോർ ബട്ടർ. കുറച്ച് മല്ലിയില, ബാക്കിയുള്ള സ്പ്രിംഗ് ഓണിയൻ. ഓക്കെ ഗൈസ്, റെഡി ആയിരിക്കുന്നു. നല്ല മണമുണ്ട്. ഗീ റൈസിൻ്റെയും മറ്റേ ഫ്രൈഡ് റൈസിൻ്റെ ഒരു മണമില്ലേ, രണ്ടും കൂടി മിക്സ് ചെയ്തൊരു ഫ്യൂഷൻ തന്നെയാണ് ഗൈസ്. ഇത് കുറച്ച് കഴിച്ചോ. നമുക്കൊരു 10-15 മിനിറ്റ്സിൽ റെഡിയാക്കാൻ പറ്റുന്നൊരു ബെസ്റ്റ് ഡിഷാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിൽ ബസ്മതി റൈസിന് ഈ ഗീ റൈസിന് വരാം, നിങ്ങൾക്ക് ബസ്മതി റൈസ് യൂസ് ചെയ്യാം, ഇത്രേ ഉള്ളൂ. സോ ഇറ്റ്സ് ഗുഡ്.